ഇപ്പോൾ ജി ശ്രീജിത്ത് ചേരുകയാണ് നമുക്കൊപ്പം സന്നിധാനത്ത് നിന്നും. ശ്രീജിത്ത്, വലിയ തിരക്കുണ്ട്. ഇനിയുള്ള നിമിഷങ്ങൾ അത് കാത്തിരിപ്പിന്റേതാണ്. എത്രയോ ദിവസങ്ങളായി, 3-4 ദിവസങ്ങളായൊക്കെ അവിടെ പർണശാലയിൽ കാത്തിരിക്കുന്ന ഭക്തരുണ്ട്, അയ്യപ്പ ഭക്തന്മാരുണ്ട്. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് അടുക്കുകയാണ്. തീർച്ചയായും അശ്വതി, ഏത് നിമിഷവും തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരും. മരക്കൂട്ടം പിന്നിട്ട് തിരുവാഭരണ ഘോഷയാത്ര ഏതാണ്ട് തൊട്ടടുത്ത്, അതായത് ശരംകുത്തിക്ക് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. ശബരിമല സന്നിധാനമാകെ ഒരുങ്ങി കാത്തിരിക്കുകയാണ് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വിളക്കുകളെല്ലാം തിരിയിട്ട് അത് ഒരുക്കുകയാണ്. ദീപാരാധനയുടെ ഭാഗമായി വിളക്കുകളെല്ലാം കൊളുത്തേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരുങ്ങി നിൽക്കുന്നു. ഈ തിരുമുറ്റത്ത് ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തിരുമുറ്റത്ത് മാത്രമല്ല, ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഈ ദർശനം, അതായത് മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന ഏതൊക്കെ മേഖലയുണ്ടോ അവിടെയെല്ലാം ഭക്തർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ശബരിമല സന്നിധാനമാകെ ഒരു വലിയ മനുഷ്യക്കടലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സന്നിധാനത്തെ സംബന്ധിച്ച് പാണ്ഡിത്താവളത്തും അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് മാളികപ്പുറത്തിന്റെ ഭാഗങ്ങളിൽ അങ്ങനെ ഏതാണ്ട് എല്ലായിടത്തും, പമ്പയിലേക്ക് വന്നാൽ ഹിൽ ടോപ്പ്, അങ്ങനെ കഴിയുന്ന ഇടങ്ങളിലെല്ലാം എങ്ങനെയെങ്കിലും ഈ മകരജ്യോതി ഒന്ന് കണ്ട് നിർവൃതി അടഞ്ഞ് മടങ്ങാൻ വേണ്ടി മനുഷ്യരാകെ, ഈ ഭക്തരാകെ, അയ്യപ്പ ഭക്തരാകെ കാത്തിരിക്കുകയാണ്. എന്തായാലും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ തന്ത്രിയും മേൽശാന്തിയും മാലയണിയിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അല്പസമയം മുമ്പ് ശരംകുത്തിയിലേക്ക് കടത്തിവിടുകയും ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് കെട്ടില്ലാതെ ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം പടി കയറാനുള്ള ഒരു അനുഗ്രഹം കൂടി, ഒരു അനുമതി കൂടിയാണ്, ഒരു അനുജ്ഞ കൂടിയാണ് അങ്ങനെ നൽകുന്നത്. നമ്മൾ നേരത്തെ തങ്കേങ്കി ഘോഷയാത്രയ്ക്കും സമാനമായ കാഴ്ചകൾ കണ്ടിരുന്നു. എന്തായാലും എല്ലാ തരത്തിലും നിറഞ്ഞു നിൽക്കുന്നു. വളരെ ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴ ഈ ശബരീശ നടയിലുണ്ട്. ഒരൽപ്പം 2 മില്ലിമീറ്ററൊക്കെ മഴ പെയ്യും എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രവചനം. പക്ഷെ അത്തരം മഴയിലേക്കൊന്നും കാര്യമായി എത്തിയിട്ടില്ല. വളരെ നേർത്ത നിലയിലൊരു ചാറ്റൽ മഴ ഈ സന്നിധാനത്ത് ഒരു അനുഗ്രഹം പോലെ ഒക്കെ പെയ്തു പോകുന്ന കാഴ്ചയുണ്ട്. എന്തായാലും വലിയ ആകാംക്ഷയോടെ, ഭക്തിയുടെ നിറവിൽ ഈ മനുഷ്യരാകെ, ഈ ഭക്തരാകെ ഇവിടെ തിങ്ങി നിറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഇനി ഏത് നിമിഷവും തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരും. പിന്നെ അവിടെ നിന്ന് അതൊരു വലിയ മഹാഘോഷയാത്രയായിട്ടാണ് ഈ സന്നിധാനത്തേക്ക് എത്തിച്ചേരുക. ശരംകുത്തിയിൽ നിന്ന് ഇറങ്ങി വലിയ നടപ്പന്തൽ, അവിടെ നിന്ന് നേരെ 18-ാം പടിക്ക് താഴെയുള്ള ഭാഗത്തേക്ക് എത്തുന്നു. തീവെട്ടിയും ഒക്കെയായി വലിയ വാദ്യമേളങ്ങളുടെ ഒക്കെ അകമ്പടിയോടുകൂടിയാണ് ആ ഒരു സ്വീകരണം ഉണ്ടാകുക. ഒരുപക്ഷെ ഇവിടെ കാത്തു നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് രോമാഞ്ചജനകമായ ഒരു കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവരുടെ മനസ്സിൽ അത്രത്തോളം പവിത്രമായി കാണുന്ന ഒന്നാണ് അയ്യപ്പനെ സംബന്ധിച്ച് തിരുവാഭരണം എന്നുള്ളത്. നേരത്തെ മേൽശാന്തിയുടെ ഒക്കെ പ്രതികരണത്തിൽ തന്നെ കണ്ടിട്ടുള്ളതുപോലെ ഈ 4 ദിവസങ്ങളിൽ മാത്രമാണ് അയ്യപ്പൻ ഇങ്ങനൊരു ആഭരണം അണിഞ്ഞുകൊണ്ട് ഇവിടെ കഴിയുന്നത്. ആ ഒരു നിലയിലുള്ള ഒരു പ്രാധാന്യം കൂടി ഈ ദിവസങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്രത്തോളം പ്രാധാന്യമുള്ള ദിവസങ്ങളിലൂടെ ശബരിമല കടന്നുപോകുന്നു. 17-ാം തീയതി വരെ ഇവിടെ എത്തുന്ന ഭക്തർക്കൊക്കെ ഇങ്ങനെയൊരു ദർശനം, സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ട് തൊഴുത് മടങ്ങാവുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. എന്തായാലും ആ അസുലഭ നിമിഷത്തിനായി, എന്താ പറയുക, അപൂർവ നിമിഷത്തിനായി ഈ മനുഷ്യരെല്ലാവരും ഒരേ പ്രാർത്ഥനയോടെ, ശരണം വിളികളുമായി ഏതാണ്ടല്ല ഇവിടെ എത്തുന്ന ഈ 18-ാം പടി കഴിഞ്ഞെത്തുന്നിടത്ത് എഴുതി വെച്ചിരിക്കുന്ന തത്വമസി പോലെ ഇവിടെ എല്ലാവരും അയ്യപ്പന്മാരായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ, അങ്ങനെ ഒരു കാഴ്ചയുള്ള സ്ഥലത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര കൂടി എത്തുന്നു. എന്തായാലും വൈകാതെ അതിനുശേഷം മകരജ്യോതി ദർശനം ഉണ്ടാകും. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി സന്നിധാനം കാത്തിരിക്കുകയാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക്.